ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന 5 അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവനെ എങ്ങനെ തിരിച്ചറിയാനായിട്ട് പറ്റും? അതിനുള്ള അടയാളങ്ങളാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചല്ലോ, ഭൂമിയിൽ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് ദൈവത്തിൽ നിന്ന് ജനിക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ ദൈവമക്കളായി തീരുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും പകരം വെക്കാനായിട്ട് കഴിയുമോ എന്നെനിക്കറിയില്ല. കാരണം സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും എല്ലാം ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ് കൊണ്ട് തീരുന്നതാണ്. കൂടിയാൽ 70 അല്ലെ 80, അതിനപ്പുറത്തേക്കൊന്നും പോകില്ല, ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കൂടി. എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിലും ബന്ധത്തിലും നമുക്ക് ചേർന്ന് ജീവിക്കാനായിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ മാത്രമല്ല, ഇതിനപ്പുറത്ത് അതേ ഉള്ള ആ ഒരു കാലത്തിലും നിത്യതയിലും കർത്താവിൻ്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും നമുക്ക് വസിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ് ദൈവികമായൊരു ജനനം ആ വ്യക്തിക്ക് ഉണ്ടാകുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സേജിലൂടെ ഞാൻ പറഞ്ഞല്ലോ. ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ് ഒരു വ്യക്തി ദൈവരാജ്യത്തിലേക്ക് പിറന്നു വീഴുന്നത്. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവനിൽ ദൈവത്തിൻ്റെ വിത്ത് ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു അനുഭവം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയും പറയാനായിട്ട് പോകുന്ന 5 അടയാളങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹത്തിൻ്റെ അപ്പോസ്തോലൻ എന്ന് വിളിക്കുന്ന യോഹന്നാൻ അപ്പോസ്തോലൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ നിന്നാണ്. അവിടെ നിന്നുള്ള 5 ചിന്തകൾ ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വ്യക്തമായി നിങ്ങൾക്കിത് വെളിപ്പെടുത്തി തരട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു തിരുവചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും എന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. മറ്റുള്ളവരെ വിലയിരുത്തുക, പരിശോധിക്കുക നമ്മളെ ഏൽപ്പിച്ച കാര്യമല്ല. നമുക്ക് ഒന്ന് സ്വയം ശോധന ചെയ്ത് അതെ നമ്മളെ തന്നെ ഒന്ന് കണ്ടുണരാനും ആത്മീകമായി ഒന്നുകൂടെ ഒന്ന് വളരാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇതിൽ 1-ാമത്തെ അടയാളം എന്ന് പറയുന്നത്, 1-ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തേത് ഞാൻ പറഞ്ഞു, യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നുള്ള 5 കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അതിൽ 1-ാമത്തേത് അവിടെ എഴുതിയിരിക്കുന്നത്, നീതി പ്രവർത്തിക്കുന്നവനൊക്കെയും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ദൈവം നീതിമാനാണ്, വിശുദ്ധനാണ്, അതെ സ്നേഹവാനാണ്, കാരുണ്യവാനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഗുണവിശേഷണങ്ങളിൽ ഒന്ന് ദൈവം നീതിമാനാണ് എന്നുള്ളതാണ്. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുന്ന ഓരോ വ്യക്തിയും നീതിമാനായിരിക്കും. അവൻ്റെ സ്വഭാവം നീതിയോടെ ഉള്ളതായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, നീതീകരണവുമായിട്ട് നമ്മൾ ഇതിനെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ചെറിയ വ്യാഖ്യാന പിശകുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലായിത്തീരുന്നത് അവൻ്റെ പ്രവൃത്തിയാലല്ല, അവൻ്റെ നീതിയാലല്ല. നീതീകരണം സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ്. അത് രക്ഷയുടെ ഒരു ഉപാധി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരാള് നീതി പ്രവർത്തികൾ ചെയ്യണം, അല്ലെങ്കിൽ അവനിൽ നിന്ന് നാച്ചുറലി അതുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചിലർ പറയത്തില്ലേ, രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നു, ഇനി ഞാൻ ചെയ്യുന്ന നീതികളൊന്നും എൻ്റെ രക്ഷയെ ബാധിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് തെറ്റായൊരു പഠിപ്പീരാണ്. നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. പക്ഷേ രക്ഷിക്കപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി നീതിപ്രവർത്തികൾ ചെയ്യണം.
സൽപ്രവർത്തികളിൽ വർദ്ധിച്ചു വരണം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ കൊലോസ്യയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ സൽപ്രവർത്തികളിൽ തികഞ്ഞവരായി, സൽപ്രവർത്തികളിൽ വർദ്ധിച്ച് വരണമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം, നമ്മളിൽ നിന്ന് നീതിയോടെയുള്ള പ്രവർത്തികൾ പുറത്തു വരണം. ആ പ്രവർത്തികൾ പുറത്തു വരുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയതയെ നമ്മൾ സംശയിക്കണം, നമ്മുടെ ജനനത്തെ നമ്മൾ സംശയിക്കണം. യഥാർത്ഥമായും നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി പേര് വെറുതെ ഒന്നും അറിയാതെ ചാടി പുറപ്പെട്ടിറങ്ങുന്നവരുണ്ട്. അവരാരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ്, നിങ്ങളുടെ രോഗം മാറും, നിങ്ങളുടെ കടം തീരും, നിങ്ങൾ യേശുവിനെ അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിറക്കി വെറുതെ അവിടെ ഇവിടെയും കൊണ്ടുപോയി അവരെല്ലാവരും കൈവെക്കുമ്പോൾ അവരും കൈവെക്കുന്നു, എല്ലാവരും പാടുമ്പോൾ അവരും പാടുന്നു. പക്ഷെ അവരുടെ അകത്ത് വാസ്തവമായി ദൈവശബ്ദം കേൾക്കാനോ ഈ ഒരു രക്ഷയുടെ അനുഭവം പ്രാപിക്കാനോ കഴിയാതെ കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ആത്മീയന്റെ യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും അവരിൽ ഉണ്ടാകില്ല. കാരണം അവർ വാസ്തവമായി ഈ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നില്ല. അപ്പം ശരിക്കും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് നീതി പ്രവർത്തികളിലേക്ക്, സൽപ്രവർത്തികളിലേക്ക് ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഇനിയും നീതിയുമായി ബന്ധപ്പെട്ട് ഈ സമയത്ത് എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് 2 കാര്യങ്ങളാണ്, 2 വ്യക്തികളാണ്. ആ 2 വ്യക്തികളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാമത്തേത്, അമ്മ മറിയത്തിന്റെ ഭർത്താവായിരുന്ന യോസെഫ്. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് യോസഫ് നീതിമാനായിരുന്നു. എന്തുകൊണ്ടാണ് വചനത്തിന്റെ അകത്ത് യോസഫ് നീതിമാനാണെന്ന് എഴുതിയിരിക്കുന്നത്? ദൈവവചനം എഴുതുമ്പോൾ ഒരിക്കലും പരിശുദ്ധാത്മാവ് വെറുതെ ഒരാൾ നീതിമാനാണെന്ന് ഒരിക്കലും എഴുതില്ല. അതിനൊരു കാരണമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവർ തമ്മിൽ കൂടിച്ചേരുന്നതിന് മുമ്പ് മറിയ ഗർഭിണിയാണെന്ന് ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്തത്? ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായിട്ട് പറഞ്ഞു, മറിയയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാണ്. അന്നേരമാണ് അദ്ദേഹം ആ തീരുമാനം മാറ്റി കൂടെ കൊണ്ടുപോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നീതിമാനായ മനുഷ്യൻ ചെയ്ത പ്രവൃത്തി എന്താണ്? ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പം കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർ കൂടിച്ചേരുന്നതിന് മുമ്പേ ഒരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങിയെന്ന് വിചാരിച്ചു കൊള്ളുക. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ നീതിമാൻ എന്ന് പറയുന്നത്? ഗൂഢമായി ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അവൾക്ക് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ അമ്മ മറിയത്തിന്, ദൈവത്തിന് സ്തോത്രം, എന്താ പറയുന്നത്, അപമാനം വരുത്താതെ ഗൂഢമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യഹൂദന്റെ പശ്ചാത്തലം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഒരു മതകോടതിയിലേക്ക് കൊണ്ടുപോയി ഈ പെൺകുട്ടി അവിടെ ഹാജരാക്കാമായിരുന്നു. എന്നിട്ട് പറയാമായിരുന്നു, ദേ ഇതാണ് കാര്യം, നോക്കൂ, ഇവൾ തെറ്റായ വഴിയിൽ ജീവിച്ചവളാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു പെൺകുട്ടി ആ സമൂഹത്തിൽ മുഴുവനും അപമാനിക്കപ്പെടും, മരണശിക്ഷയ്ക്ക് വരെ അവൾ അർഹയാണ്. പക്ഷേ ആ ഒരു സ്ത്രീ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ തേജോവധം ചെയ്യാതെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. എത്ര നീതിമാനാണ് അദ്ദേഹം, ഇല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ കാലത്ത് ചെളിവാരി തേക്കാനും തേജോവധം ചെയ്യുവാനും ധാരാളം അവസരങ്ങൾ നമ്മുടെയൊക്കെ കൈകളിൽ ലഭിക്കുമ്പോൾ അതിനെയൊക്കെ എന്താ പറയുന്നത്, നന്നായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ അനീതിയായ ഒരു പ്രവൃത്തിയും ചെയ്യില്ല, ആരെയും തേജോവധം ചെയ്യാൻ പോകില്ല, ആരെയും ക്രൂശിക്കാൻ കൂട്ടുനിൽക്കില്ല, ആരെയും അപമാനിക്കാൻ അവൻ തയ്യാറാകില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു നീതിമാന്റെ യഥാർത്ഥ സ്വഭാവം ഇതാണ്. രണ്ടാമത്തേത്, സ്നാപക യോഹന്നാനെ കുറിച്ച് പറയുന്നത് നീതിയും വിശുദ്ധിയുമുള്ള ഒരു പുരുഷൻ എന്നായിരുന്നു. ആരാണ് നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനെന്ന് സ്നാപക യോഹന്നാനെ കണ്ടത്? ഹേരോദാവാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഹേരോദാവിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഹേരോദ് ആന്റിപ്പാസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഹേരോദ്യയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ ശക്തമായി വിമർശിച്ച ഒരാളാണ് ഈ യോഹന്നാൻ സ്നാപകൻ. നമുക്കറിയാം. അപ്പൊ ഇദ്ദേഹം നീതിയുള്ളവനാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? നോക്കിക്കേ, ഈ ഹേരോദാവ് ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് എടുക്കുകയാണ്. ഈ എടുക്കാൻ പോകുന്ന ഭാര്യ ആരാണെന്ന് അറിയാമോ? സ്വന്തം സഹോദരന്റെ ഭാര്യ, മറ്റൊരു സഹോദരന്റെ മകൾ.
അപ്പൊ തനിക്ക് ഓൾറെഡി ഒരു ഭാര്യ ഉണ്ടായിരുന്നു, അരേത രാജാവിന്റെ മോള്. അപ്പം ഈ ഹേരോദിയെ ഭാര്യയായിട്ട് എടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത വാഗ്ദാനം എന്താണെന്നറിയാമോ? സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ചോളാമെന്ന്. നോക്കിക്കേ, സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് വേറൊരു സ്ത്രീക്ക് വാക്ക് കൊടുത്തിട്ട് അവളെ ഭാര്യയായിട്ട് എടുക്കാൻ പോവുകയാണ്. പക്ഷെ നീതിമാനായ മനുഷ്യൻ, വിശുദ്ധനായ മനുഷ്യൻ അതിനെ എതിർത്തു. ഞാൻ പറയട്ടെ, നീതിയോടും ന്യായത്തോടും കൂടെ നിൽക്കുമ്പോൾ കൊള്ളരുതായ്മയ്ക്കും അശ്ലീലമായ പ്രവൃത്തികൾക്കും ഒന്നും നമ്മൾ കൂട്ടു നിൽക്കരുത്. അതിനെയൊന്നും നമ്മൾ മറയ്ക്കാൻ നിൽക്കരുത്. സത്യമായ കാര്യങ്ങളെ സത്യമായി കണ്ട് നീതിയോടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഇടപെടുക. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നീതി പ്രവർത്തിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ എന്ന് അറിയാനായിട്ട് പറ്റും. രണ്ടാമത്തേത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല, അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല, ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിന്റെ വിത്ത് എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. അപ്പം ഈ ദൈവത്തിന്റെ വിത്ത് അകത്തുള്ളവന് പാപം ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്? അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. അതിന്റെ തൊട്ടു പിൻപിലുള്ള വാക്യങ്ങൾ പറയുകയാണ്, ദൈവത്തിന്റെ മക്കൾ ആരാണെന്നും പിശാചിന്റെ മക്കൾ ആരാണെന്നും നന്നായിട്ട് അറിയാം. നമ്മൾ കറുത്തുടുപ്പിട്ടോണ്ട് അല്ലെങ്കിൽ കളർ ഷർട്ട് ഇട്ടോണ്ട് ഒരാൾ ഇരുന്നാൽ നമ്മൾ പറയും അവൻ പിശാചിന്റെ മൗനാണ്. വെള്ളയുടുപ്പിട്ടോണ്ട് ക്ലീൻ ഷേവ് ആയിട്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ പറയും, ആഹാ, കണ്ടാൽ നല്ലൊരു ദൈവദാസനാണ്, ഭയങ്കര തേജസ്സാണ്. ഓക്കെ, ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ പാപം ചെയ്യുന്നവൻ ദൈവത്തിന്റെ പുത്രനല്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പാപം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നത്? ചില ട്രാൻസ്ലേഷനുകളിൽ പറയുന്നവന് പാപത്തിൽ തുടരാൻ കഴിയില്ല. അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ജനനം സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്, വചനത്തിലൂടെയാണ്. അപ്പോൾ വചനമകത്തുള്ളവന്, പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവന് പാപത്തിലേക്ക് പോകുമ്പോൾ അകത്തുനിന്നൊരു ഉൾവിളി ഉണ്ടാകും, നീ ഒരു ദൈവ പൈതലാണ്, നീ അത് ചെയ്യാൻ പാടില്ല, നീ അത് നോക്കാൻ പാടില്ല. ഇല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ? എത്രയോ സമയങ്ങളിൽ നമ്മുടെ അകത്തു നിന്ന് നമുക്കിങ്ങനെയൊരു ശബ്ദം നമ്മളെ വിലക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ ഒരു ആത്മനിറവിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ ഒരു രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പിണങ്ങി വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നു. പാസ്റ്ററാണെന്ന് ഓർക്കണം. ആ സമയത്ത്, ആ ദിവസങ്ങളിലെല്ലാം എന്താ പറയുന്നത്, എന്തോ ഒരു സ്വഭാവത്തിന് ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയി. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ ആ സ്വഭാവം ദൈവത്തിന്റെ ആത്മാവിന് തീരെ സഹിക്കുന്നില്ല. ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ച് ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ആ ഒരു ഉൾവിളികൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ നമ്മുടെ അകത്തുണ്ടാകും. നമ്മുടെ കണ്ണുകൾ തെറ്റായതിലേക്ക് പോകുമ്പോൾ അകത്തുനിന്നൊരു ശബ്ദം കേൾക്കാം, നീ ഒരു ദൈവപൈതലാണ്, നീ അത് നോക്കാൻ പാടില്ല, നീ അത് ചെയ്യാൻ പാടില്ല. എപ്പോഴും വിലക്കുകൾ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പാപം ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നത്. കാരണം പാപത്തെ ജയിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാനൊരു കാര്യം പറയാം. അങ്ങനെ ഒരു ശബ്ദം അകത്തു നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തോടു കൂടെ വസിക്കാൻ ആഴമായ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ജനനം ശരിയാണ്, നമ്മൾ ശരിയായ പാതയിലാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് രണ്ടാമത്തേത് പാപം ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവൻ പാപം ചെയ്യില്ല. മൂന്നാമത്തേത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ മൂന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. അപ്പം ശരിക്കും ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ജീവിതത്തിലെ ഏകരക്ഷകൻ, ഏക കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ബൈബിളിന്റെ അകത്ത് അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോൾ യേശു മാത്രമാണ് നമ്മുടെ ജീവിതത്തിന്റെ സകലവും. യേശുവില്ലാത്തൊരു ജീവിതം എനിക്ക് പറ്റില്ല. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? അതെ, ഒരു ഹൃദ്യമായ അനുഭവമാണ്, ആഴമായ ഒരു ആത്മീക അനുഭവമാണ്. കർത്താവിനോടുകൂടെയുള്ള വാസം എത്ര മനോഹരമാണ്, എത്ര സന്തോഷമാണ്. അവിടുന്ന് നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്, അവിടുന്ന് നമ്മളോട് ഇടപെടുന്ന ദൈവമാണ്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവൻ, ക്രൈസ്റ്റ് എന്ന് വിശ്വസിക്കുന്നവൻ. എന്താണ് ക്രൈസ്റ്റ്? എന്താണ്? എൻ്റെ ജീവിതത്തിന്റെ കർത്തൃത്വം നടത്തുന്നവൻ അവിടുന്നാണ്.
എന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നത് അവിടുന്നാണ്. അതെ, അവിടുന്നാണ് എനിക്ക് രക്ഷ തന്നത്. അവിടുത്തെ ജീവനാണ് എൻ്റെ ജീവൻ. അവിടുന്ന് ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുകയാണ്. ഇല്ലേ? ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ മുഴുവൻ കർത്തൃത്വവും മുഴുവൻ നിയന്ത്രണവും അവിടുത്തെ കൈകളിലാണ്. കർത്താവേ, അവിടുന്ന് എന്തു പറഞ്ഞാലും അതനുസരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്. ഇല്ലേ? ശരിക്കും ഈ ഒരു വാക്യത്തെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്ന ഒരു പദവുമായിട്ട് ചേർത്ത്, എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്നിൽ വസിക്കാത്തവൻ അവൻ ഒരു കൊമ്പ് പോലെ പുറത്തു പോകുന്നു. അവൻ പിന്നീട് എന്ത് പറ്റുന്നു? അവൻ ഉണങ്ങുന്നു, അവൻ കരിയുന്നു, അല്ലെങ്കിൽ അവന് ബലം കായ്ക്കാൻ കഴിയാതെ പോകുന്നു. ഏറ്റവും ഒടുവിൽ ഫൈനലി അവനെ തീയിലേക്ക് ഇട്ട് കളയുന്നു. അങ്ങനെയാണ്. അപ്പോൾ വസിക്കുന്നവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, വസിക്കാത്തവൻ ഉണങ്ങിക്കരിഞ്ഞ് നിർജീവമായ അവസ്ഥയിലേക്ക് പോകും. ക്രിസ്തുവില്ലാത്ത എന്താ പറയുന്നത്, ക്രിസ്ത്യാനികൾ ആയി ജീവിക്കുന്ന ആളുകൾ പോലും ഫലമില്ലാതായി തീരുന്നതിന്റെ കാരണം, വരണ്ടു പോകുന്നതിന്റെ കാരണം, നിർജീവമായി പോകുന്നതിന്റെ കാരണം ക്രിസ്തുവിൽ വസിക്കാത്തതാണ്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി ഏറ്റുപറഞ്ഞ് അതേ ആ ക്രിസ്തുവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. അടുത്തത് 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്. എന്താണ് ഈ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവന് ലോകത്തെ ജയിക്കാൻ പറ്റും. അതിന് തൊട്ട് പിൻപിലുള്ള ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഈ വാക്യം വളരെ ഗൗരവമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കുക. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് അവിടുത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ഈ കഠിനമായ ഉപദേശങ്ങൾ അല്ലെങ്കിൽ വചനത്തിന്റെ ആഴമായ കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ പറയും, ഓ ഇത് ബുദ്ധിമുട്ടാണ്, ഇത് അംഗീകരിക്കാൻ പ്രയാസമാണ്. പക്ഷേ കർത്താവിനെ സ്നേഹിക്കുന്ന ആ ഒരു ജനനം ഉണ്ടായ ഒരു വ്യക്തിക്ക് ഇതൊന്നും ഭാരമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഇത് വളരെ നിസാരമാണ്. പാപത്തെ ജയിക്കുക, ലോകത്തെ ജയിക്കുക എന്നൊന്നും പറഞ്ഞാൽ അത്ര വലിയ അത്ര കഠിനമായ കാര്യങ്ങളൊന്നുമല്ല. ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവന് ലോകത്തെ ജയിക്കാൻ പറ്റും. ലോകമെന്ന് പറയുന്നത് ഈ കാണുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്ന ലോകമല്ല, ഒരു വേൾഡ്ലി സിസ്റ്റമാണ്. എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ഇമ്പങ്ങളുടെ ലോകസുഖങ്ങളുടെ എല്ലാം സമ്മിശ്രമായ ഒരു വേൾഡ്ലി സിസ്റ്റമാണ്. അതാണ് ഈ ലോകം എന്ന് പറയുന്നത്. ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിച്ചിരിക്കും. ലോകത്തെയും ലോകത്തിലുള്ള ഒന്നിനെയും സ്നേഹിക്കരുത്. ലോകത്തിന്റെ സ്നേഹിതനാകാൻ ഇച്ഛിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി തീരും. ഇതൊക്കെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോവുകയാണ്. ഇനിയും അവിടെ നിന്നാൽ സമയം പോകും. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ ഫൈനൽ പോയിന്റ്, 5-ാമത്തെ പോയിന്റ് എന്താണെന്നറിയാമോ? 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, പാപം ചെയ്യുന്നില്ല. ഞാൻ പറയട്ടെ, ചിലർ പറയുന്ന ആരും എന്നെ സൂക്ഷിക്കാനില്ല, അയ്യോ അബദ്ധം പറ്റിപ്പോയി, അങ്ങനൊന്നുമില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സ്വയം സൂക്ഷിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുകയാണ്. അടുത്തത്, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. സ്നേഹത്തോടെ ഞാൻ പറയാം, ദീർഘനാളുകളായി കർത്താവിന്റെ വേല ചെയ്ത് ഒരുപാട് ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എൻ്റെ ആത്മീയ അനുഭവങ്ങളിൽ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നൊരു കാര്യം പറയാം. പല മേഖലകളിലും സ്വയം സൂക്ഷിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും പിശാചിന് കടന്നു വരാനുള്ള വാതിലുകളായി മാറുകയാണ്. പല സ്ഥലങ്ങളിലും ദുഷ്ടൻ കയറുന്നത്, ദുഷ്ടൻ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വയം സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ സൂക്ഷിക്കേണ്ടുന്ന ചില മേഖലകളുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സ്വയം സൂക്ഷിക്കുന്നു. കാരണം വചനത്തിലൂടെ അവനെ സൂക്ഷിക്കുകയാണ്. യോസഫ് പാപം ചെയ്യാമായിരുന്നു, പക്ഷെ സ്വയം തന്നെ സൂക്ഷിച്ചു. കാരണം എന്താ? ദൈവഭയം ഹേതുവായി തൻ്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവത്തോടുള്ള ഭയമുള്ളത് കൊണ്ടാണ് അവൻ തന്നെ സൂക്ഷിക്കുവാനായിട്ടിടയായി തീർന്നത്.
അതുകൊണ്ട് ഈ ഒരു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. വേഗത്തിലെ 5 കാര്യങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്. 1, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ നീതി പ്രവർത്തിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും ഒടുവിൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ലോകത്തെ ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ സ്വയം സൂക്ഷിക്കുന്നു. ദുഷ്ടനവനെ തൊടുന്നില്ല. ആമേൻ. ഗോഡ് ബ്ലസ് യു.